സമരം പിൻവലിക്കാൻ തയ്യാറല്ല. ഇല്ല സാർ, ഇല്ല. കാരണം നമുക്ക് ജീവിക്കണം. അതുകൊണ്ട് നമുക്ക് 21,000 രൂപ തന്നേ തീരൂ. ഞാനൊരു വിധവയാണ് സാർ, വീട് പോലും ഇല്ല. നമുക്ക് മക്കളുണ്ട്, പഠിക്കണം മക്കൾ. അപ്പം ഈ തുക വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ സാർ? മക്കളെ പോറ്റി വളർത്താൻ പറ്റുമോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 21,000 രൂപ തന്നേ തീരൂ. അത് പോയിട്ട് 62 വയസ്സാകും വിരമിച്ചാൽ നമുക്ക് 5 ലക്ഷം തന്നേ തീരൂ. പിന്നെ നമ്മൾ അനാഥരായി പോകും സാർ, ഇത്രയും വർഷം പണി. സർക്കാർ 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഓണറേറിയത്തിലുള്ള 2 മാസത്തെ ഓണറേറിയത്തിലുള്ള തുക അനുവദിച്ചിരുന്നു. അത് അക്കൗണ്ടിൽ കിട്ടിയിരുന്നു? ഇല്ല സാർ, ഇതുവരെ ഞങ്ങൾക്ക് ഒരു പൈസ പോലും വന്നിട്ടില്ല. ഞങ്ങൾ ഈ 11 ദിവസം കൊണ്ട് ഇവിടെ എൻ്റെ ശരീരം കണ്ട ഇതെല്ലാം കൊതുക് കടി ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഞങ്ങൾ തുരത്താൻ വീട്ടിലേക്ക് ഇറങ്ങിയ ഞങ്ങളെ ഇപ്പം കൊതുകിന് രക്തമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവരിത് കാണുന്നില്ലേ? ഞങ്ങളുടെ വേദനകൾ ഇവർ കാണുന്നില്ലേ സർക്കാർ? ഈ 11 ദിവസം രാവും പകൽ ഇവിടെ വന്നിരുന്ന് ഞങ്ങളെ ഈ തെരുവിലിറക്കിയിരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഇവരുടെ മനസ്സ് കല്ലാണോ? അവർക്ക് മനസ്സെന്നുള്ളതില്ല. ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങളെ ആക്കി? കഴിഞ്ഞ 32 വർഷം കൊണ്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ളവരാണ്. 63-ാമത്തെ വയസ്സാണ് എനിക്ക്. ഈ വയസ്സിൽ ഞങ്ങൾ തെരുവിലിറങ്ങിപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്ത് ജോലി ചെയ്യാൻ കഴിയും? ഞാനൊരു വിധവയും വൃദ്ധയും, ഞാൻ ഷുഗർ രോഗിയുടെ അടിമയുമാണ്. കാരണം എങ്ങനെ ഷുഗർ രോഗം മാറാതിരിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഇതുപോലും കിട്ടുന്നില്ല. വെയിലത്തും ചൂടത്തും മഴയത്തും ഞങ്ങൾ ജോലി ചെയ്ത് അവർക്ക് വേണ്ടി നമ്പർ 1 കൊടുക്കുന്നില്ലേ സാറേ? എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളുടെ കണ്ണുനീര് എന്തുകൊണ്ട് അവർ കാണുന്നില്ല? അങ്ങനെയാണ് വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 11 ദിവസവും നമ്മൾ ആ സമരവീര്യം കണ്ടതാണ്. അതിനൊടുവിലാണ് സർക്കാർ ഈ അനുനയ ശ്രമങ്ങളൊക്കെ നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഈ സമരത്തെ തകർക്കാൻ ചില ശ്രമങ്ങൾ കൂടി നടക്കുന്നു എന്നുള്ളതാണ് ഈ സമരക്കാർ പറയുന്നത്. അതിനവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമരം 21-ാം തീയതിയിലേക്ക് മഹാസംഗമം മാറ്റിവെച്ചു എന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ പ്രചരിപ്പിച്ചു എന്ന് ഒരു ആരോപണമുണ്ട്. അതുപോലെ തന്നെ സമരത്തിന് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള മെസ്സേജുകൾ പല ഗ്രൂപ്പുകളിൽ വരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചേച്ചി, ഇന്ന് നിങ്ങൾ പിന്നെ മഹാസംഗമത്തിന് 10,000-ത്തിലധികം പേർ എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമരത്തെ തകർക്കാൻ ചില കോണിൽ നിന്ന് ശ്രമം നടത്തുന്നു എന്ന് നിങ്ങൾക്കൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ന് നമുക്കൊരു വാർത്ത കിട്ടിയത് വരാൻ വേണ്ടി, വണ്ടി പിടിച്ച് വരാൻ വേണ്ടി അവരെയും തടഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളില്ല. അതേപോലെയാണ് അങ്ങനെ തടഞ്ഞു എന്ന് പറയുന്നത്. ആലപ്പുഴ. അപ്പോൾ അതിൻ്റെ ന്യൂസ് കറക്റ്റായി അത് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പല കാര്യങ്ങളും, അതുപോലെ 13,200 അവർ പറയുന്നുണ്ട്. ഇന്നലത്തെ സംവാദത്തിൽ അവർ പറയുന്നു. ആർക്കാണ് കിട്ടിയത് 13,000? പറയുന്നതിന് ഒരു ഉളുപ്പില്ലേ? കാരണം നമുക്ക് ആശമാർ കിട്ടുന്ന ഓണറിൽ തന്നെ 7,000. അതിൽ ക്രൈറ്റീരിയ ഒക്കെ പോയിട്ട് അത്രയും പോലും കിട്ടുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് അത് ഓരോ കുത്തിവയ്പ്പും ഓരോ ആളെ കണ്ടതുപോലെ നമുക്ക് ഇത്ര എമൗണ്ട് പറയാൻ പറ്റില്ല. എന്നാലും മാക്സിമം പോട്ടെ 2,500 അല്ലെങ്കിൽ 3,000, എന്നാലും 10,000. എന്നാലും ഈ 3,200 എവിടെ നിന്ന് കിട്ടി? അതുപോലെ ഈ സമരത്തെ തകർക്കാനായി ഈ സമരം മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചു എന്നൊരു പ്രചരണം നടന്നുവെന്നും അതൊക്കെ പറയുന്നുണ്ട്. കാരണം ഞങ്ങളുടെ സമരം വിജയിക്കുമെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത്രയും ആൾക്കാർ ഒരുപക്ഷെ അവർ വിചാരിച്ചാൽ പോലും സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും 11 ദിവസം ഇങ്ങനെ വീട്ടമ്മമാർ വന്നിരുന്ന് കുത്തിയിരിക്കണമെങ്കിലേ, അപ്പോൾ അത്രമാത്രം നമുക്ക് ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് മനസ്സിലായി. അവരാദ്യം വിചാരിച്ച് കാണാം 1-2 ദിവസം ഇരുന്നിട്ട് ഇവരങ്ങ് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നടക്കാതെ വന്നപ്പോഴും ഓരോ പ്രചരണങ്ങൾ ഇങ്ങനെ ഇറക്കുക, ഓരോ ഭീഷണിപ്പെടുത്തുക. പല ആൾക്കാരും വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോയാൽ പിന്നെ നിങ്ങൾ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്കാർ ആശന്മാരെ ഭീഷണിപ്പെടുത്തുക. ഭീഷണി ഉണ്ടെങ്കിലും പിന്നോട്ടില്ല, അവർ വന്നിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ കാരണം നമുക്ക് നമ്മുടെ അവകാശമല്ലേ, നമുക്ക് സമരം ചെയ്യാൻ എല്ലാ പാർട്ടിക്കാരുടെ അവകാശമുണ്ട്. അവിടെ ആരുടെ ഭീഷണിക്ക് മുമ്പ് വഴങ്ങേണ്ട ഒരു കാര്യവും ഇല്ല. ഇത് രാജഭരണമൊന്നുമല്ല, ജനായത്ത ഭരണമാണ്. ആ ജനങ്ങളുടെ ബോധ്യമുണ്ട്. അപ്പോൾ അത് ഓക്കെ. അങ്ങനെ തന്നെയാണ്. അതായത് ഈ സമരത്തെ തകർക്കാൻ പല കോണിൽ നിന്നും പല ശ്രമം നടക്കുമ്പോഴും സമരം ശക്തമായി തന്നെ 11-ാം ദിവസവും മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ഈ വലിയ പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ച് ഈ സ്ത്രീകൾ ഇവിടെ സമരം തുടരുകയുമാണ്. ഓക്കെ, താങ്ക് യു.